വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമത്തിൽ 2 ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ്. പ്രവാസിയായ KM മിൻഹാജിനെതിരെയും നൊച്ചാട് സ്വദേശി സൽമാൻ വാളൂരിനെതിരെയുമാണ് കേസെടുത്തത്. KK ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. കലാപശ്രമത്തിനും പോലീസ് കേസെടുത്തു. അതേസമയം KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം ശുദ്ധ തെമ്മാടിത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടത് തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വടകരയിൽ LDF വിജയമുറപ്പിച്ചതോടെയാണ് KK ശൈലജയ്ക്കെതിരെ നവമാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചു. ഇതൊക്കെ ഒരു ശുദ്ധ തെമ്മാടിത്തല്ലേ? ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതുണ്ട്. LDF ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾ രാമനെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല LDFിൻ്റെത്. This is the confirmation that Shailaja has won the election. I mean, that is why out of sheer desperation they are resorting to this sort of campaigns. Now, but that the level of campaigning which we think should be a decorum should be maintained by all means. By all means, attack us politically, attack us on policies, etc. But don't demean the election campaign into this personal and this sort of personal attacks and this sort of a degeneration. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇന്നലെ ഒരു ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുന്നു. ആകെ എത്ര പേർക്കെതിരെ നടപടി ഉണ്ടാകുന്നു? ഇവരെല്ലാവരും ലീഗ് പ്രവർത്തകരാണോ? മറ്റൊന്ന്, ഇന്നിപ്പോൾ LDFിന്റെ മുതിർന്ന നേതാക്കൾ, CPIMന്റെ മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. സീതാറാം യെച്ചൂരിയും പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ. ഇന്ന് കാര്യമായ പ്രതികരണങ്ങൾ UDFിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും അനുജ, കൊണ്ടും കൊടുത്തും ഇരു മുന്നണികളും മുന്നേറുകയാണ്. നമുക്കത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി അത്തരത്തിൽ LDF UDF നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കാവുന്നതുമാണ്. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയാണ് വടകര തെരഞ്ഞെടുപ്പിലെ പോർമുഖം തുറന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ നിമിഷം വരെ അത് ഒരു പരിധി വരെ ഈ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുള്ള വ്യക്തിഹത്യയുമായി അത് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KK ശൈലജയ്ക്കെതിരെ നടന്ന വ്യക്തിഹത്യയാണ്. സൈബറിടത്തിലെ ആക്ഷേപങ്ങളാണ്, അധിക്ഷേപങ്ങളാണ്. അതിൽ കഴിഞ്ഞ ദിവസം അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുസ്ലിം ലീഗ് നേതാവിനെതിരെ ന്യൂമാഹി പോലീസ് കേസെടുത്തിരുന്നു. അത് ഈ വ്യാജ പരാമർശങ്ങൾ ശൈലജയ്ക്കെതിരെ നടത്തി എന്നുള്ളതുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ പരാതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്ത കേസ്. നിലവിൽ 2 പുതിയ കേസുകളുടെ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതിലെ ഒന്ന് KK ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് നടുവർണ്ണൂർ സ്വദേശി KM മിൻഹാജിനെതിരെയാണ്. ഇയാൾ ഒരു പ്രവാസിയാണ്. ഇയാൾക്കെതിരെ കലാപാഹ്വാനത്തിനും ഒപ്പം തന്നെ സ്ത്രീകളെ അധിക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് KK ശൈലജ തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂർ പോലീസ് ഈ KM മിൻഹാജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പേരാമ്പ്ര നൊച്ചാട് സ്വദേശിയായ അൻസൂർ എന്ന ആൾക്കെതിരെ കൂടി നിലവിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൽമാൻ എന്ന ആൾക്കെതിരെ കൂടി പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതും ഇത്തരത്തിൽ ഈ വ്യാജ ദൃശ്യങ്ങൾ, വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരായ പരാതി. LDFിന്റെ വടകര പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സൽമാൻ വാളൂർ എന്നയാൾക്കെതിരെ കൂടി കേസെടുത്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇന്ന് കേസെടുത്തതിൽ 2 പേരും UDF പശ്ചാത്തലമുള്ളവരാണ്, ലീഗ് പശ്ചാത്തലമുള്ളവരാണ്, പ്രാദേശിക ലീഗ് പ്രവർത്തകരാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അത്തരത്തിൽ നിലവിൽ ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ വ്യക്തി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട്, വ്യക്തിഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിരോധത്തിലായി മാറിയിരിക്കുകയാണ് UDF. കാരണം ഈ കേസെല്ലാം എടുത്തിരിക്കുന്നത് ശൈലജയ്ക്കെതിരായ ആരോപണങ്ങൾ, ശൈലജ നൽകിയിരിക്കുന്ന പരാതികളിൽ, LDF നൽകിയിരിക്കുന്ന പരാതികളിലെല്ലാം തന്നെ കേസെടുത്തിരിക്കുന്നത് ലീഗ് പ്രവർത്തകരോ അല്ലെങ്കിൽ UDF പശ്ചാത്തലമോ ഉള്ളവരാണ്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ നിലവിൽ UDF ഒന്ന് ബാക്ക് ഫൂട്ടിലായിട്ടുണ്ട്. പക്ഷേ നിലവിൽ 2 മുന്നണികളും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനമാണ് UDFിനെതിരെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. UDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ശുദ്ധ തെമ്മാടിത്തമാണ് നടക്കുന്നത് എന്നതടക്കമുള്ള കടുത്ത രീതിയിലുള്ള വിമർശനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്നുണ്ട്. ഒപ്പം മുന്നണിയിലെ മറ്റ് നേതാക്കളും രൂക്ഷമായ ഭാഷയിൽ തന്നെ അതിനെ വിമർശിക്കുന്നുണ്ട്. ഏതായാലും ഏത് രീതിയിലാണ് ഇതിനെയൊക്കെ UDF പ്രതിരോധിക്കുക, എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ വടകരയിലെ രാഷ്ട്രീയം മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിലാണ് 2 ലീഗ് പ്രവർത്തകർക്കെതിരെ കൂടി കേസെടുത്തത്. ഇതിനോടകം 3 പേർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞു.